വിടാൻ എന്നെ, ജാനി അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ പ്രകടനം കണ്ടാൽ തോന്നുമല്ലോ ഞാൻ നിന്നെ ആദ്യമായി തൊടുന്നത് എന്ന്. ഞാൻ തൊട്ടതും എൻ്റെ കൂടെ കിടന്നതുമെല്ലാം നീ മറന്നിട്ടുണ്ടാകില്ല എന്നെനിക്കറിയാം. എനിക്കല്ലേ അന്ന് ബോധമില്ലാതിരുന്നുള്ളൂ. നിനക്ക് അന്ന് ശരിയായ ബോധമുണ്ടായിരുന്നല്ലോ. മയൂരിൻ്റെ ഈ വാക്കുകൾ ജാനിയുടെ കണ്ണുകളെ ഈറനാക്കി. അവളുടെ ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോന്നി. കണ്ണീർ പൊഴിച്ച് നിസ്സഹായിയായി മയൂരിന് മുമ്പിൽ നിൽക്കാനേ ജാനിക്ക് അപ്പോൾ കഴിഞ്ഞുള്ളൂ. ഏതായാലും സ്വബോധമില്ലാത്തതുകൊണ്ട് അന്നത്തെ ഒരു സംഭവവും എനിക്ക് ഓർമ്മയില്ല. നിന്റെ ശരീരത്തിൽ തൊട്ടതുപോലും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഒന്നും നീ മറന്നിട്ടുണ്ടാകില്ല, വഷളമായ ചിരിയോടെ മയൂർ പറഞ്ഞു. നിങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ എൻ്റെ ഗതികേട്. ഒരു നിവർത്തിയുമില്ലാതെ ഗതികെട്ട സമയത്ത് എനിക്കെൻ്റെ മാനം നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടി വന്നു എന്ന് കരുതി പഴയ ഓർമ്മയിൽ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ, ചെരിപ്പൂരി ആട്ടും ഞാൻ, ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു. പറയട്ടെ ഞാൻ തമ്പുരുവിനോട് അവളുടെ ചേച്ചിയുടെ കഴിഞ്ഞ കാലത്തെ പറ്റി. ഇത്രയും നാൾ നീ നുണ പറഞ്ഞ് കെട്ടിപ്പൊക്കിയ നിന്റെ കൊട്ടാരം ഒരു നിമിഷം കൊണ്ട് തകർത്തെറിയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, പിന്നെ വേണ്ട എന്ന് വെച്ചിട്ട് മാത്രമാണ്. എന്താണ് ജാൻസി റാണി, നിന്റെ ശൗര്യമൊക്കെ കെട്ടടങ്ങിയോ? മയൂർ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അനുജത്തിയെ വളർത്താൻ 15 വയസ്സ് മുതൽ കഷ്ടപ്പെടുന്ന ത്യാഗിയായ ചേച്ചി, ആ മുഖംമൂടി വലിച്ചു കീറട്ടെ ഞാൻ. അരുത് എന്ന മട്ടിൽ ജാനി അവളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി. ഓർമ്മ വച്ച കാലം മുതൽ നുണ മാത്രം പറഞ്ഞു കൊടുത്തു വളർത്തിയ ഈ ചേച്ചിയെ പിന്നെ തമ്പുരു എങ്ങനെ കാണുമെന്ന് ഊഹിക്കാമല്ലോ. നിങ്ങൾ എന്നോട് പക പോക്കുകയാണല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ തമ്പുരുവിനെ വിടാതെ പിന്തുടരുന്നത്? ആഹാ, അപ്പോൾ ടീച്ചർക്ക് ബുദ്ധിയുണ്ട്. അതെ, എൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്. അതിൽ ഞാൻ കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തു. ഞാനിവിടെ വന്നിട്ട് അധികമായിട്ടില്ല. പക്ഷേ തമ്പുരു എന്നോട് എത്ര പെട്ടെന്നാണ് അടുത്തത്. അടുക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി എന്ന് കൂട്ടിക്കോ. അധികം പരിചയമില്ലാഞ്ഞിട്ട് പോലും ആ കുട്ടി അതിൻ്റെ വിഷമങ്ങൾ എന്നോട് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. തമ്പുരുവിന് ഞാനും എനിക്ക് അവളും മാത്രമേ ഉള്ളൂ. അവൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ മാത്രമാണ്. ഇതാണ് ഈ ടീച്ചറുടെ കുഴപ്പം. നട്ടുച്ചയ്ക്ക് കണ്ണടച്ചിരുന്ന് ഇത് പാതിരാത്രിയല്ലേ എന്ന് ചോദിക്കും. മറ്റുള്ളവർ അത് സമ്മതിച്ചു കൊടുക്കുകയും വേണം. വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കിയാലൊന്നും ഇരുട്ടാകില്ല ടീച്ചറേ. വച്ചപ്പോൾ മുതൽ നിന്റെ കൂടെ കിടന്നിരുന്ന തമ്പുരു ഒരു ദിവസം കൊണ്ട് മാറിക്കിടന്നത് നീയൊന്ന് ചിന്തിച്ചു നോക്ക്. അവളുടെ മനസ്സിൽ നിനക്ക് സ്ഥാനമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇന്നൊരു കാര്യം, നോക്കി വളർത്തി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. നല്ല ആഹാരം കൊടുത്തു വളർത്തണം കുട്ടികളെ, അല്ലെങ്കിൽ മറ്റൊരാൾ ആഹാരം കാട്ടി വിളിക്കുമ്പോൾ അവരുടെ പിന്നാലെ അങ്ങ് പോകും. ഇന്ന് ആ കുട്ടി ഇഡ്ഡലിയോടും സാമ്പാറിനോടും കാണിച്ച ആർത്തി കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. വലിയ ടീച്ചറാണത്രേ. പാചകവും അറിയില്ല, ഒരു പണിയും അറിയില്ല. അതെങ്ങനെയാ? നല്ല ആഹാരം കഴിച്ച് ഇയാൾക്ക് ശീലമില്ലല്ലോ. എപ്പോഴും പഠിപ്പ് ജോലി എന്ന് പറഞ്ഞ് നടന്നാൽ അത് ജീവിതമാകില്ല ടീച്ചറേ. പിന്നൊരു കാര്യം കൂടി, ഞാൻ വിളിക്കുമ്പോഴൊക്കെ തമ്പുരു ഇവിടെ വരും. ഞാൻ കൊടുക്കുന്ന ആഹാരവും അവൾ കഴിക്കും. ചിലപ്പോൾ ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയെന്നും വരും. അതിനൊക്കെ എതിർക്കാനോ നിയന്ത്രിക്കാനോ വന്നാൽ ഞാൻ എൻ്റെ വായ തുറക്കും. ടീച്ചറുടെ പഴയ കഥകൾ അനിയത്തിയും കൂട്ടുകാരിയും ഒക്കെ അറിയും. ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകും ടീച്ചർക്ക്, മയൂർ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. മയൂരിനോട് മറുപടിയൊന്നും പറയാൻ കഴിയാതെ നിറമിഴികളോടെ ജാനി അവളുടെ ഫ്ലാറ്റിലേക്ക് പോയി. ഇതുകൊണ്ടൊന്നും ആയില്ല ജാനി, നീ ഇനി ഒരുപാട് കരയും. അവസാനം നീ എൻ്റെ വഴിക്ക് തന്നെ വരും. ജാനി പോയ വഴിയെ നോക്കി മയൂർ പറഞ്ഞു. ഞാൻ നിന്നെ മുമ്പ് തൊട്ടിട്ടുള്ളതല്ലേ? നീ എൻ്റെ കൂടെ കിടന്നിട്ടുള്ളതല്ലേ എന്ന മയൂരിൻ്റെ വാക്കുകൾ ജാനിയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മയൂരിനെ പറ്റി ചിന്തിക്കും തോറും ജാനിക്ക് അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി. ഇന്നിനി ജോലിക്ക് പോകാൻ വയ്യ. ശരീരം തളരുന്നത് പോലെ, മനസ്സ് മുഴുവൻ നീറുന്ന വേദനയിൽ അവൾ മുറിയിൽ വന്ന് കിടന്നു. ഫ്രെയിം ചെയ്തു വെച്ച അവളുടെ അമ്മയുടെ ഫോട്ടോ എടുത്തു. എൻ്റെ അമ്മേ, അമ്മ എന്നെ തനിച്ചാക്കി പോയതിൽ പിന്നെ ഈ മോൾ ഒറ്റയ്ക്കാണ്. എൻ്റെ സങ്കടം പറയാനും കേൾക്കാനും എനിക്ക് ആരുമില്ല അമ്മേ. ഇങ്ങനെ പോയാൽ തമ്പുരുവിനെയും എനിക്ക് നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ഇനി എന്തു ചെയ്യും അമ്മേ? അമ്മയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജാനി ആർത്തലച്ച് കരഞ്ഞു. ഒരുപാട് നേരം കരഞ്ഞതും അവൾ തനിയെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിലും ജാനിയെ തേടി പഴയ ഓർമ്മകൾ എത്തി. ആഡംബരം നിറഞ്ഞ ഒരു വലിയ ബെഡ്റൂം. ആ റൂമിലെ ഒരു മൂലയിൽ കണ്ണുകൾ അടച്ച് പേടിച്ചരണ്ടിരിക്കുന്ന ജാനി. ഏതോ 2 കൈകൾ വന്ന് അവളെ കോരിയെടുത്തു.